Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Success by Henry Wadsworth Longfellow, Unit 2, Winds of Change, Transcendent English, New Textbook, Kerala Syllabus. About the author, Henry Wadsworth Longfellow was an American poet and educator. His major poetry collection were Voices of the Night and the Ballads and Other Poems. ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ആണ് സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്, അതായത് അമേരിക്കയിലെ ഒരു കവിയാണ്, അതുപോലെ എഡ്യൂക്കേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയട്രി കളക്ഷൻ കവിതാ സമാഹാരമാണ് വോയിസസ് ഓഫ് ദ നൈറ്റ്. ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1839 ആൻഡ് ബാലഡ്സ് ആൻഡ് അതർ പോംസ് ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1841. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. ദെൻ മെസ്സേജ് ഓഫ് ദ പോം. സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൻ്റെ മെസ്സേജ് എന്താണ്? സക്സസ് ഈസ് അച്ചീവ്ഡ് ബൈ ഗോയിങ് ഫോർവേഡ് ആൻഡ് ബൈ ഡിഗിങ് ഡീപ്പർ ഇൻ ടു വാട്ട് യു നോ. സക്സസ് എന്ന് പറയുന്നത്, ഒരാളുടെ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതല്ല. അത് കാലങ്ങളോളം നമ്മൾ ഹാർഡ് വർക്കിലൂടെ, നമ്മുടെ ഡെഡിക്കേഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ് സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ഫെയിലിയർ സംഭവിക്കുമ്പോഴും മുന്നോട്ട് പോയി മെല്ലെ മെല്ലെ സക്സസ്സിൽ, വിജയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ദെൻ ടോൺ ഓഫ് ദ പോം. ഈ ഒരു സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൻ്റെ ടോൺ എന്താണ്? ടോൺ ഓഫ് ദ പോം ഈസ് മോട്ടിവേഷണൽ ആൻഡ് എൻകറേജിങ്. അതായത് നമ്മുടെ റീഡേഴ്സിനെ, വായനക്കാരെ എൻകറേജ് ചെയ്യുന്ന തരത്തിൽ, പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അതുപോലെ ഒരു മോട്ടിവേഷൻ നൽകുന്ന തരത്തിലുള്ള ഒരു ടോണാണ് പോയത്തിനുള്ളത്. ദെൻ റൈം സ്കീം. ഈ പോയത്തിൻ്റെ റൈം സ്കീം എബി. ദെൻ ഫിഗർ ഓഫ് സ്പീച്ച്. ഈ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മെറ്റഫർ? മെറ്റഫർ ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ two entirely different things without using as or like. ഓക്കെ, ഇവിടെ മെറ്റഫറായിട്ട് വി ഹാവ് നോട്ട് വിങ്സ് വി കനോട്ട് സോർ എന്നുള്ളത് ഒരു ഇതിൽ ഈ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റഫറാണ്. കമ്പയർസ് ഹ്യൂമൻസ് ടു ബേർഡ്സ് ടു കൺവേ ദാറ്റ് ഹ്യൂമൻസ് കനോട്ട് ഫ്ലൈ ഓർ സോർ ഹൈ. വി ഹാവ് നോട്ട് വിങ്സ്, നമുക്ക് ചിറകുകളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വി കനോട്ട് സോർ, നമുക്ക് പറക്കാൻ കഴിയില്ല. ഇത് മനുഷ്യർ ബേർഡ്സുമായിട്ട്, പക്ഷികളുമായിട്ട് കമ്പാരിസൺ നടത്തുകയാണ്. മനുഷ്യർക്ക് പറക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കമ്പാരിസൺ ഇവിടെ ചെയ്യുന്നുണ്ട്. ദെൻ അനദർ കമ്പാരിസൺ ദ ക്ലൗഡി സമ്മിറ്റ് ഓഫ് അവർ ടൈം എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. കമ്പയർസ് അവർ ഹൈ അച്ചീവ്മെൻറ്റ്സ് ടു മൗണ്ടൻ സമ്മിറ്റ് ടച്ചിങ് ക്ലൗഡ്സ്. ഇത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ, നമ്മുടെ നേട്ടങ്ങളെ ഒരു മൗണ്ടെയിൻ സമ്മിറ്റ്സുമായിട്ട്, ക്ലൗഡ്സ്, മേഘങ്ങളിൽ തട്ടി നിൽക്കുന്ന ഒരു മൗണ്ടെയിനുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. ദെൻ ദ മൈറ്റി പിരമിഡ് ഓഫ് സ്റ്റോൺ എന്നുള്ളതൊരു കമ്പാരിസനാണ്, മെറ്റഫറിന് ഉദാഹരണമാണ്. അതുപോലെ ജിജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്, ഇതൊക്കെ മെറ്റഫറിനുള്ള ഉദാഹരണമാണ്. കമ്പയർസ് ദ പിരമിഡ് ടു ലാർജ് സ്റ്റെയർ കേസസ്. ഇത് പിരമിഡിനെ സ്റ്റെയർ കേസസിൻ്റെ സ്റ്റെപ്പുകളായിട്ട് കമ്പാരിസൺ നടത്തുകയാണ്. ദെൻ സിംബോളിസം. ഈ പോയത്തിൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിരമിഡ്സ് ആൻഡ് മൗണ്ടെയിൻസ് ഒക്കെ സിമ്പിൾസ് ആണ്. സിംബലൈസ് ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് എൻജിനീയറിംഗ് ആൻഡ് മൗണ്ടൈനിയറിംഗ് റിയലൈസ്ഡ് ബൈ മാൻ. ഈ പിരമിഡ്സ് ആൻഡ് മൗണ്ടെയിൻസ് ഒക്കെ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സിനെയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ദെൻ ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ് സിംബലൈസ് ദ ഹാർഡ് വർക്ക് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് അച്ചീവിങ് സക്സസ്. ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിന് സിംബലൈസ് ചെയ്യുകയാണ്. അതുപോലെ ഓരോ സ്റ്റെപ്പും നമ്മുടെ സക്സസ്സിലേക്കുള്ള ഒരു പ്രോസസ്സാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് എന്നുള്ളതാണ് സിംബലൈസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പോയത്തിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ബൈ സ്ലോ ഡിഗ്രീസ്, ബൈ മോർ ആൻഡ് മോർ എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റേഷനാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം സക്സസ് ബൈ Wordsworth Longfellow, Henry Wordsworth Longfellow. We have not wings, we cannot soar, but we have feet to scale and climb by slow degrees, by more and more, the cloudy summits of our time. We have not wings, നമുക്ക് ചിറകുകളില്ല.
വി കനോട്ട് സോർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറക്കാൻ കഴിയില്ല. സോർ മീൻസ് ഫ്ലൈ ഹൈ ലൈക്ക് എ ബേർഡ്. ഒരു പക്ഷിയെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കുക എന്നുള്ളതാണ് സോർ എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കതിന് പറക്കാൻ കഴിയില്ല. ഇതൊരു മെറ്റഫറിന് ഉദാഹരണമാണ് കേട്ടോ ഈ ഒരു ലൈന്. ഹ്യൂമൻസിനെ ബേർഡ്സുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. ബട്ട് വി ഹാവ് ഫീറ്റ് ടു സ്കെയിൽ ആൻഡ് ക്ലൈം ബൈ സ്ലോ ഡിഗ്രീസ് ബൈ മോർ ആൻഡ് മോർ ദ ക്ലൗഡി സമിറ്റ്സ് ഓഫ് അവർ ടൈം. പക്ഷേ വി ഹാവ് ഫീറ്റ്, നമുക്ക് കാലുകളുണ്ട്. ടു സ്കെയിൽ ആൻഡ് ക്ലൈംബ്. സ്കെയിൽ മീൻസ് നമ്മൾ മൂവ് അപ്വാർഡ്, അതായത് മുകളിലേക്ക് മെല്ലെ മെല്ലെ കയറിപ്പോകുക. ബൈ സ്ലോ ഡിഗ്രീസ്, മെല്ലെ മെല്ലെ കൂടുതൽ കൂടുതൽ കയറിപ്പോകുക. ഇത് ക്ലൗഡി സമിറ്റ്സ് ഓഫ് അവർ ടൈം. അങ്ങനെ നമ്മൾ ഗ്രാജ്വലി ഇങ്ങനെ സ്റ്റെപ്പുകൾ കയറി കയറി നമ്മുടെ ഒരു ഹയസ്റ്റ്, നമ്മുടെ ലൈഫ് ടൈമിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് അങ്ങനെയാണ് എത്തുന്നത് എന്ന് പറയാണ്. നമ്മുടെ ആ ഒരു സക്സസ്സിലേക്ക് മെല്ലെ മെല്ലെ കയറി ആണ് നമ്മൾ എത്തുന്നത്. The mighty pyramids of stone that vertically cleave the desert airs when nearer seen and better known are but gigantic flights of stairs. The mighty pyramids of stone. ഇനി പറയുന്നത് പിരമിഡ്സ്, ഈ പവർഫുൾ ആയിട്ടുള്ള അതുപോലെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള പിരമിഡ്സ്, സ്റ്റോണുകൾ കൊണ്ട്, അതായത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പിരമിഡ്സ്. ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡിസേർട്ട് എയേഴ്സ്. വെഡ്ജ് ലൈക്ക് ക്ലീവ്. വെഡ്ജ് മീൻസ് a piece of wood, thin at one edge and thick at the other edge. Wedge means ഒരു മരത്തിന് പിളർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു പിരമിഡ് ഷേപ്പിലുള്ള ഒരു മരക്കഷ്ണം വെക്കുന്നതാണ് ഈ വെഡ്ജ് എന്നുള്ളത് കൊണ്ട് ആ മരക്കഷ്ണത്തിനെയാണ് വെഡ്ജ് എന്ന് പറയുന്നത്. ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡിസേർട്ട് എയേഴ്സ് വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ ആർ ബട്ട് ജിജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. അപ്പോൾ ഈ ഒരു പിരമിഡ്സ്, ഈ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ആ പിരമിഡ്സ് ഡിസേർട്ടിലെ ആ ഒരു വിൻസിനെ, ഡിസേർട്ടിലെ മരുഭൂമിയിലെ കാറ്റിനെ പോലും പിളർക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അത്രയും സ്ട്രോങ് ആണ്. അതുപോലെ ഡിസേർട്ടിലെ സാൻഡിൽ, അതായത് മണൽക്കൂരയിൽ ഇങ്ങനെ മുകളിലേക്ക് ഷാർപ്പായിട്ട് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പിരമിഡുകളാണ്. ബട്ട് ജിജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളതിനെ ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സ്റ്റെയേഴ്സായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സ്റ്റെയേഴ്സ് മീൻസ് ഇങ്ങനെ കോണിപ്പടികളായിട്ട്, ചവിട്ടുപടികളായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് സക്സസ്സിൽ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അച്ചീവ്മെൻ്റ് അല്ല, മറിച്ച് മെല്ലെ മെല്ലെ നമ്മൾ ഓരോ പടികളും ചവിട്ടി കയറി അങ്ങനെ മുകളിലെത്തുന്നതാണ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിരമിഡ്സ്, കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പിരമിഡ്സ് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ അത് ഡിസേർട്ടിലെ എയേഴ്സ്, അതായത് മരുഭൂമിയിലെ കാറ്റിനെ പോലും പിളർക്കാനും, അതുപോലെ മരുഭൂമിയിലെ ആ ഒരു മണൽക്കൂരയിൽ വളരെ ഷാർപ്പായിട്ട് കൂർത്ത രീതിയിൽ നിൽക്കുന്ന പിരമിഡുകളാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അതിനൊന്ന് ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിരമിഡുകൾ വെറും ഒരു സ്റ്റെയേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഒരു സ്റ്റെപ്പുകളാണ്, ചെറിയ ചെറിയ ചവിട്ടുപടികളായിട്ട് നമുക്ക് കാണാൻ കഴിയും. Okay. Next, the distant mountains that appear their solid bastions of the skies are crossed by pathways that appear as we to higher levels rise. ഇനി പറയുന്നത് the distant mountains that appear, ദൂരെ കാണുന്ന ആ മൗണ്ടെയ്ൻസ്, അത് എങ്ങനെയാണ്? അതിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ദാറ്റ് അപ്പിയർ ദ സോളിഡ് ബാസ്റ്റ്യൻസ് ഓഫ് ദ സ്കൈസ്. ആ മൗണ്ടെയ്ൻസ് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അപ്രയർ എന്ന് പറഞ്ഞാൽ ടു റൈസ് സംതിങ് അപ്പ്, ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ദർ സോളിഡ് ബാസ്റ്റ്യൻസ് ഓഫ് ദ സ്കൈസ്. ബാസ്റ്റ്യൻസ് മീൻസ് ബാസ്റ്റ്യൻസ് മീൻസ് ഫോർട്രസ് എന്ന് പറഞ്ഞാൽ കോട്ടകൾ. അത് ആകാശത്തിൻ്റെ കോട്ടകളായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണെന്നാണ് പറയുന്നത് ആ ഒരു ദൂരെ കാണുന്ന മൗണ്ടെയ്ൻസ്. ആർ ക്രോസ്ഡ് ബൈ
pathways that appear as we to higher levels rise. അപ്പോൾ നമ്മൾ ആ ഒരു മൗണ്ടെയ്ൻസ് ക്രോസ് ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അവരുടെ ഫുട് പ്രിൻറ്റ്സ് ഒക്കെ അവിടെ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും അവിടെ ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ അവരുടെ പാത്വേസ്, അവരുടെ ആ ഒരു ഫുട് പ്രിൻറ്റ്സ്, അവരുടെ കാലിൻ്റെ അടയാളങ്ങൾ നമുക്ക് അവിടെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. Then next, the heights by great men reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. The heights by great men reached, അതായത് ഒരുപാട് സക്സസ് ആയിട്ടുള്ള ആളുകൾ ഒരു നിമിഷം പെട്ടെന്നല്ല അവരൊന്നും സക്സസ് ആയിട്ടുള്ളത്, പിന്നെ കാലക്രമേണ. ബട്ട് ദേ വൈൽ ദെയർ കമ്പാനിയൻസ് സ്ലെപ്റ്റ് വർ ടോയിലിംഗ് അപ്വാർഡ് ഇൻ ദ നൈറ്റ്. അവരുടെ കമ്പാനിയൻസ്, അതായത് നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവർ രാത്രികളിലും അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലക്രമേണ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവർ സക്സസ്സിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നല്ല അവരൊന്നും സക്സസ് ആവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പോയം.